ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോൾ വിളിച്ചു ചോദിക്കുന്നത് എന്താ വെച്ചാൽ MBBS അബ്രോഡ് വാലിഡ് ആണോ, അത് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് വാല്യൂ ഉണ്ടോ, അതല്ലെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ വാല്യൂ ഉണ്ടോ, ഗൾഫിൽ പോകാൻ പറ്റുമോ, അതല്ലെങ്കിൽ നമുക്ക് യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് നസീർ കാക്ക അതിനെ പറ്റി പറയാനുള്ളത്? 100% വാല്യൂഡാണ്. അത് ആരെ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ അറിവില്ലായ്മ, അവരുടെ സംശയം തീർക്കണതാണ്. ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ MBBS അബ്രോഡ് വാല്യൂഡാണ്. കാരണം എന്താ വെച്ചാൽ ഈ NMC ആണ്, NMC ആണ് ആക്ച്വലി. അതായത് 2019 NMC ആണ് ഇന്ത്യയിലെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സിന്റെയും ആധികാരികത. റൂൾസ് പറയുന്ന അതായത് നമുക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികൾ ഇപ്പോൾ നമുക്ക് വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ ആഗ്രഹം ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇന്ത്യൻ ഗവൺമെൻറ് 2019 പുതിയൊരു റൂൾസ് കൊണ്ടുവന്ന NMC എന്ന് പറയുന്നത് നാഷണൽ മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരമുള്ള കൺട്രികളിൽ മാത്രമാണ് അവർ NMC, നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് NMC റൂൾസ് പ്രകാരം കോഴ്സ് നടത്തുന്ന രാജ്യങ്ങളെ മാത്രമേ ഇവിടെ അംഗീകരിച്ചിട്ടുള്ളൂ. അതിന് പ്രത്യേകിച്ച് NMC റൂൾസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ 54 മാസം കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എവിടെയാണോ ഏത് രാജ്യത്താണോ അവർ MBBS പഠിക്കുന്നത് അവിടുത്തെ 1 ഇയർ ഇന്റേൺഷിപ്പും ആവശ്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ ബേസിക് ആയിട്ട് 5 കാര്യങ്ങളാണ് NMC റൂൾസിൽ പറയുന്നത്. അതെ, 5 പ്ലസ് ആ സബ്ജക്ട്സിന്റെ കാര്യങ്ങൾ കൂടി വരുമ്പോൾ 6 കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെന്തൊക്കെയാ ഈ എല്ലാ കുട്ടികളുടെയും ഡൗട്ട് NMC റൂൾസ് എന്താണ്, ഏതൊക്കെ കോളേജാണ്, ഏത് യൂണിവേഴ്സിറ്റി ആണ്, ഏത് കൺട്രിയാണ്, അങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അത് സിമ്പിൾ ആയിട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതിലെന്ത് സംഭവിച്ചാലേ NMC ആണ് ആക്ച്വലി നമ്മുടെ ഇന്ത്യയിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ. അതേ ഈ NMC തന്നെ മറ്റ് പല രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങൾക്കും ഒരു കോമൺ ആയിട്ടുള്ള റൂൾസ് എത്തിയിരുന്നു. അപ്പൊ അതില് ആദ്യത്തെ റൂൾ പറഞ്ഞാല് WHO അക്രഡിറ്റഡ് ആയിരിക്കണം. WHO അക്രഡിറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആയിരിക്കണം. അപ്പൊ അതെങ്ങനെ കുട്ടികൾ കണ്ടുപിടിക്കുക? WWMCന്റെ വെബ്സൈറ്റിൽ പോയാൽ കിട്ടും 100%. അതായത് അത് ചെക്ക് ചെയ്യാതെ. രണ്ടാമത് എന്താ വെച്ചാല് 54 മാസത്തിന്റെ ഡ്യൂറേഷൻ, 54 മാസത്തിൽ കുറയാൻ പാടില്ല. അഥവാ 4 വർഷത്തെ കോഴ്സ് ആയിരിക്കണം. പിന്നെ അതിനുശേഷം 1 ഇയർ ഇന്റേൺഷിപ്പ് വേണം. 1 ഇയർ ഇന്റേൺഷിപ്പ് വേണം. പിന്നെ അഡീഷണൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം നിർബന്ധം. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ, അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കണം അവർ പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു കാര്യം നമുക്ക് WHOന്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ WWMCന്റെ വെബ്സൈറ്റിൽ പോയാൽ അറിയാൻ പറ്റും. അതുപോലെ ഇന്ത്യൻ സിലബസ് ഫോളോ ചെയ്യുന്നതായിരിക്കണം. സിലബസ് എന്നല്ല, അത് 19 സബ്ജക്ട്സ് NMC പറയുന്ന 19 സബ്ജക്ട്സ് ഫോളോ ചെയ്യണം. അത് കുട്ടികൾ പഠിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ രാജ്യത്ത് ഏത് രാജ്യത്താണോ പഠിച്ചത് അവിടുത്തെ ലൈസൻസ് എക്സാം നിർബന്ധമാണ്. അത് പുതിയ ഇത് വന്നതാണോ? നേരത്തെ 2021 വന്നതാണ്. അപ്പൊ അവിടുത്തെ ലൈസൻസ്, അതായത് ആ രാജ്യത്ത് പഠിച്ചിട്ട് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം. അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രം, അവിടുത്തെ ലൈസൻസ് വെച്ച് അവിടെ ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കുട്ടിക്ക് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡോക്ടർ ആവാൻ വേണ്ടിയിട്ടുള്ള ഇന്റേൺഷിപ്പ് തന്നെ അതിന്റെ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അവിടുത്തെ പാസ്സായാലും നമ്മൾ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന നെക്സ്റ്റ് എക്സാം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. അത് വളരെ ടഫാണെന്നുള്ള ഫീലാണ് എല്ലാ കുട്ടികൾക്കും വരുന്നത്. പാസ്സാവുന്ന ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എല്ലാവർക്കും കാണുന്ന ബുദ്ധിമുട്ട്. അപ്പോൾ പല കോളേജുകളും പല യൂണിവേഴ്സിറ്റികളും ഇന്ത്യക്ക് പുറത്ത് അതിന്റെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അതിൻ്റെതായ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ശരിയാണത് 100%. കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് നമ്മൾ പറഞ്ഞേക്കുന്ന നമ്മൾ കുറേ കുട്ടികൾ പല രാജ്യങ്ങളിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ FMG എക്സാമിൻ്റെ മോഡൽ എക്സാംസും അവർക്ക് കംപ്ലീറ്റ് കാര്യങ്ങളും ഒക്കെ ക്ലാസ്സും കാര്യങ്ങളും ഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കും. അത് കുഴപ്പമില്ല. അപ്പോൾ അത് അവർ ഫൈനൽ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് അവർ എക്സാം സുഖമായിട്ട് ചെയ്യാൻ പറ്റും. കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, ഗൾഫിൽ പോകാൻ പറ്റുമോ, ഇന്ത്യയിൽ വരാൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഗൾഫിൽ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നിട്ട് പോകണോ ഗൾഫിൽ പോകാനെന്നതാണ് ചോദിക്കുന്നത്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ല, ഗൾഫിൽ പോകാൻ പറ്റും. അവിടുത്തെ എക്സാം എഴുതിയാൽ മതി. ഇപ്പോൾ ഈ എവിടെ നിന്ന് പഠിച്ചാലും അതിപ്പോൾ അത് UAE പോകണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു എൻട്രൻസ് എക്സാം എഴുതിയാൽ അവർക്ക് ആർക്കും ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റും. അപ്പോൾ അത് ഗൾഫിൽ പോകുമ്പോഴേ അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളിപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലാണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ ഉസ്ബെക്കിസ്ഥാനിൽ 2 വർഷം വർക്ക് ചെയ്തിട്ട് അവിടുന്ന് എക്സ്പീരിയൻസ് എടുത്തിട്ട് ഉസ്ബെക്കിസ്ഥാനത്തെ ലൈസൻസ് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ഗൾഫിൽ പോവുകയും ചെയ്യാം. അതായത് UAE അല്ലെങ്കിൽ സൗദിയിലോ ഖത്തറിലൊക്കെ പോവുകയും ചെയ്യാം.
ഈജിപ്തിൽ പഠിച്ചാൽ ഒരു ഗുണമുണ്ട്. ഈജിപ്തിലോട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ലൈസൻസ് എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് അവിടെ പോവാം. അല്ല അത് ഈജിപ്റ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി അല്ലേ? സൗദി അറേബ്യയിലൊക്കെ പറ്റുമോ? എല്ലാ കൺട്രീസിലും അങ്ങനെ പോകാൻ പറ്റില്ല. അറബ് കൺട്രീസിൽ യുഎയിൽ പോവാം. പക്ഷേ യുഎയിൽ അവിടുത്തെ എക്സാം എഴുതണം. അവിടുത്തെ എക്സാം എഴുതണം. പക്ഷെ അവിടെ പോയിട്ട് എക്സ്പീരിയൻസ് വേണ്ട. എക്സ്പീരിയൻസ് ഇല്ലാതെ പോകാൻ പറ്റും. 2 ഇയർ എക്സ്പീരിയൻസ് ഇല്ലാതെ പോകാൻ പറ്റും. അവിടുത്തെ ഈജിപ്റ്റ് പ്രത്യേകിച്ച് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ്. കുറച്ചുകൂടെ പേഷ്യൻസ് ഏകദേശം ഒരു ദിവസം ലക്ഷക്കണക്കിന് ഡെയിലി മെഡിക്കൽ കോളേജുകൾ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി അതിപ്പോ സമർഗന്ധി യൂണിവേഴ്സിറ്റിയിലും താഷ്കണ്ട് യൂണിവേഴ്സിറ്റി ഉസ്ബെക്കിസ്ഥാനിലൊക്കെ അതൊക്കെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ ഏകദേശം നമ്മള് കേരളത്തിൽ സോഷ്യൽ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആ ഒരു കോസ്റ്റ് അവിടെ വരുന്നുണ്ട്. നിയർ ബൈ 45 to 50 ലക്ഷം ഫീസ് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ചാലും നമുക്ക് വാല്യൂഡ് ആണ്. അതിനകത്ത് ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും നല്ല മെഡിക്കൽ വിദ്യാഭ്യാസം അവിടെ കിട്ടുന്നുണ്ട്. ചിലവ് കുറഞ്ഞ രീതിയിൽ അവിടെ പോയി പഠിക്കാം, തിരിച്ചു വന്ന് ഇവിടെ പ്രാക്ടീസ് ചെയ്യാം. പക്ഷെ അത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് NMC റൂൾസ് പ്രകാരം ഉള്ള കോളേജുകൾ യൂണിവേഴ്സിറ്റി നോക്കി സെലക്ട് ചെയ്യണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. ഇങ്ങനെ ഒരു ഹൈലൈറ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. അതായത് ഇന്ത്യയിലുള്ള MCC അണ്ടറിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒരു കൊല്ലത്തെ ഫീസ് വന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങാം. ഫുള്ള് ഭക്ഷണവും താമസവും ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ഒരു വർഷത്തെ ഫീസ് കൊണ്ട് ഉസ്ബെക്കിസ്ഥാനിൽ കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അത് ശരിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്കും നമുക്ക് MBBS പഠിക്കാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് പോയാലുണ്ട്. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതിനുള്ള എൻട്രൻസ് ഇപ്പോ നമുക്ക് ഒരു കുട്ടി ചോദിച്ചത് എന്താ വെച്ചാല് അവർക്ക് UK പോകാൻ പറ്റും, ഓസ്ട്രേലിയയിൽ പോകാൻ പറ്റും, USA പോകാൻ പറ്റുന്ന ചോദിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നാമത്തെ ഈ NMC റൂൾമെന്റിന്റെ പുറമെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ECFMG അക്രഡിറ്റേഷൻ ഉണ്ടാവും നോക്കണം. ECFMG അക്രഡിറ്റേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കുട്ടികൾക്ക് മാത്രമാണ് ഈ പ്ലാബ് 1ഉം പ്ലാബ് 2 ഒക്കെ എഴുതാൻ പറ്റുള്ളൂ. പ്ലാബ് 1ഉം 2 ഒക്കെ എഴുതിയാലാണ് UK അല്ലെങ്കിൽ USML എഴുതിയാലാണ് USA പോകാൻ പറ്റുള്ളൂ. അപ്പൊ മെയിനായിട്ട് കുട്ടികൾ നമുക്ക് ഈ പറയുന്ന കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യങ്ങൾ, ഒരു രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ ആ രാജ്യത്ത് പഠിച്ചിറങ്ങി അവിടുത്തെ വിദ്യാഭ്യാസം നേടിയെടുത്ത് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രാജ്യത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കി ഇരിക്കണം. അതേപോലെ തന്നെ ഇന്ത്യയിൽ സ്ക്രീൻ ടെസ്റ്റ് എങ്ങനെ ഈസി ആയിട്ട് പാസ്സാവാന്നുള്ളത് അതിൻ്റെ വഴികൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ മെഡിക്കൽ വിദ്യാഭ്യാസം ഇന്ത്യക്ക് പുറത്ത് ചെയ്യുന്നത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ വളരെ ഈസി ആയിട്ടും എളുപ്പത്തിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ വെച്ചാൽ സാധാരണ ഇപ്പോൾ FMG എക്സാം നേരത്തെ ചോദിച്ചാൽ FMG എക്സാം ടഫാണോ എന്ന് ചോദിച്ചിട്ട് ശരിക്കും വെച്ചാൽ അങ്ങനെ ആ ഒരു അർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളിപ്പോ ഗൾഫിൽ നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ബന്ധുക്കാരും അറിയുന്ന കേരളത്തിലുള്ള ഒരുവിധ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കുറെ ആൾക്കാർ അവിടെ വിദേശത്ത് അതായത് ഗൾഫ് കൺട്രീസിൽ ജോലി ചെയ്യുന്നുണ്ട് ഹെൽത്ത് മേഖലകളിൽ. അവർക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മിനിസ്ട്രിയുടെ ഒരു എക്സാം ഉണ്ട്, അത് ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ അവർക്ക് ജോലി കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിക്ക് ഇന്ത്യയിൽ വന്നിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടുത്തെ ഒരു എക്സാം ഉണ്ടല്ലോ, അത് നിർബന്ധമാണ്. ആ രീതിയിൽ അർത്ഥത്തിൽ കണ്ടാൽ മതി. അല്ല, അതന്നെ കുട്ടികൾ ആവശ്യപ്പെടുന്ന ചോദിക്കുന്ന ചോദ്യം അവിടെ അങ്ങനെ MBBS പഠിക്കുമ്പോൾ അതിനുള്ള സഹായം കിട്ടുമെന്നുള്ളതാണ്, എൻട്രൻസിനുള്ള സഹായം കിട്ടുമെന്നുള്ളതാണ്. അപ്പൊ അത് കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഇന്ത്യക്ക് പുറത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഒരു ഡിഗ്രിക്ക് MBBS പഠിക്കാനായിട്ട് പോകുമ്പോൾ ആരും MBBS കഴിയാതെ വരുന്നില്ലല്ലോ. അവർക്ക് അതിനുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കേരളത്തില് അല്ലെങ്കിൽ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഒരു BSc നഴ്സിംഗിന് ഒരു സീറ്റ് നല്ലൊരു കോളേജിൽ നല്ലൊരു യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ അറൗണ്ട് 13 ലക്ഷം മുതൽ 15 ലക്ഷം വരെ എക്സ്പെൻസ് ഭക്ഷണ താമസം കൂടി 13 ലക്ഷം മുതൽ ഇപ്പൊ ഈ റീസെന്റ് ആയതാട്ടോ. അല്ല, അത് നമുക്ക് അതിനെ കുറിച്ച് പറയാൻ കൊറോണയ്ക്ക് ശേഷം BSc നഴ്സിംഗ് വളരെ ഡിമാൻഡായി. അതാണ് മെയിനായിട്ട് അത്രേ ഉള്ളൂ. ഒരു 10 ലക്ഷം കൂടി ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ കുട്ടി ഡോക്ടറായിട്ട് വരും. ഹെൽത്ത് സയൻസിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതാണ് ഡോക്ടറാണ് അല്ലെ. എല്ലാ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും ഡോക്ടറാവാൻ, അല്ലെങ്കിൽ പാരന്റ്സിന് ആഗ്രഹം ഉണ്ടാവും എന്റെ മകളെ അല്ലെങ്കിൽ മകന് ഡോക്ടറാവണം. സുഖമായിട്ട് ഒരുവിധ ആളുകൾക്കൊക്കെ സുഖമായിട്ട് ഈസി ആയിട്ട് ഡോക്ടർ. പക്ഷെ അപ്പൊ നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ വാല്യൂഡ് ആണ്, ഗൾഫിൽ വാല്യൂഡ് ആണ്, യൂറോപ്പിൽ വാല്യൂഡ് ആണ്, എല്ലായിടത്തും ചെയ്യാൻ പറ്റും. പക്ഷെ അത് വാല്യൂഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രൈറ്റീരിയാസും നോക്കിയിട്ട് നമ്മൾ ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വാല്യൂഡ് ആവുള്ളൂ. അപ്പൊ MBBS അബ്രോഡ് എന്നുള്ളത് വാല്യൂഡ് ആണ്, എല്ലായിടത്തും വാല്യൂഡ് ആണ്. ഇന്ത്യയിൽ വാല്യൂഡ് ആണ്, UK വാല്യൂഡ് ആണ്, USA വാല്യൂഡ്, ഓസ്ട്രേലിയ വാല്യൂഡ് ആണ്, ഗൾഫിലും വാല്യൂഡ് ആണ്, ഷെങ്കൻ കൺട്രീസിൽ എല്ലായിടത്തും വാല്യൂഡ് ആണ്.
പക്ഷെ അത് വാല്യൂഡ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു റൂട്ടിൽ കൂടി പോകണം. ആ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യണോടത്ത്, കൺട്രി സെലക്ട് ചെയ്യണോടത്ത്, കോഴ്സ് സെലക്ട് ചെയ്യണോടത്തൊക്കെ അത് നോക്കണം. നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഇന്ത്യയിൽ വരണമെങ്കിൽ NMC റൂൾസ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം. അത് കറക്റ്റ് ആണോ? പിന്നെ അതുപോലെ യാത്രയും സുഖമാണ്. ഇപ്പോൾ പഴയ പോലെ യാത്ര വളരെ ബുദ്ധിമുട്ടൊന്നും അല്ലല്ലോ. വളരെ കൊച്ചിയിൽ നിന്ന് തന്നെ ഫ്ലൈറ്റ് ഉണ്ട്, നേരെ പോവാം. ഡയറക്റ്റ് കണക്ഷൻ ഫ്ലൈറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. 2-3 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. അത് കഴിഞ്ഞ് അവിടെ സഹായിക്കാനായിട്ട് മലയാളികൾ അവിടെ തന്നെ ഉണ്ട്. അവിടെ റെസ്റ്റോറൻറ്റുകൾ ഇപ്പോൾ മലയാളി ഇവിടത്തേക്കാളും ഏറ്റവും കൂടുതൽ മലയാളികൾ റെസ്റ്റോറൻറ്റ് കേരളത്തിലുള്ള ഫുഡ് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അവർക്ക്. അത് മാത്രമല്ല കേട്ടോ, വേറെ സംഭവം കൂടി ഉണ്ട്. അപ്പൊ ചില ഉസ്ബെക്കിസ്ഥാനിലെ ഒരു സമർഖണ്ഡ് എന്ന യൂണിവേഴ്സിറ്റി, ഇതില് 50ഓളം ഇന്ത്യൻ ഫാക്കൽറ്റീസ് ഉണ്ട്. അത് മാത്രമല്ല 15ഓളം മലയാളി ഫാക്കൽറ്റീസ് ഉണ്ട്. മലയാളി ഡോക്ടേഴ്സ് അവിടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 300 അതിന് മേലുണ്ട് കുട്ടികളുണ്ട്, മലയാളി കുട്ടികളുണ്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് നമ്മൾ അതൊക്കെ ഭയങ്കര ഒരു അഡ്വാൻറ്റേജ് ആണ് കാരണം കുട്ടികൾക്ക്. കാരണം അത് കുട്ടികൾ മിങ്കിൾ ഒരു മലയാളി ഫാക്കൽറ്റിനെ മുന്നിൽ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഗുണം ചെയ്യും എല്ലാവരും. അപ്പോൾ ഇന്ത്യൻ ഡോക്ടേഴ്സ് പഠിപ്പിക്കുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ സമർഖണ്ഡും മെഡിക്കൽ യൂണിവേഴ്സിറ്റിയും നല്ല ചെലവ് കുറഞ്ഞ രീതിയിൽ പഠിക്കാൻ പറ്റും. നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. താഷ്കണ്ടും പഠിക്കാൻ പറ്റും. അല്ല, അവിടെ വേറെ ഒന്ന് വെച്ചാൽ സെമസ്റ്റർ വളരെ ചെറിയ പൈസക്ക് പഠിക്കാം എന്നുള്ളത് ഉസ്ബെക്കിസ്ഥാനിൽ പഠിക്കാം എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അക്കാദമി സെമസ്റ്റർ ഫീസ് അടയ്ക്കാം. അതിനകത്ത് ഏകദേശം സെമസ്റ്റർ ഫീസ് 1,14,000 അങ്ങനെ വരുന്നു, 1,80,000 വരുന്നു. അപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി, അവിടെയും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇപ്പൊ ഈ ചെലവ് കുറഞ്ഞ ഫീസ് ഉള്ളത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ എന്തായാലും ഇത് ഇന്ത്യൻ MBBS അതുപോലെ തന്നെ ഇന്ത്യക്ക് പുറത്ത് പഠിച്ചാലും സെയിം കാര്യങ്ങളാണ് എല്ലാ കുട്ടികൾക്കും കിട്ടാൻ പോകുന്നത്. കുറച്ചുകൂടെ അഡ്വാൻറ്റേജും കാര്യങ്ങളൊക്കെ ഇന്ത്യക്ക് പുറത്ത് പഠിക്കുന്ന MBBS കുട്ടികൾ കിട്ടുന്നുണ്ട്. ലാംഗ്വേജിന്റെ ഫ്ലുവൻസി കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളത് കൊണ്ട് അവർക്കത് ബെനിഫിറ്റ് ഉണ്ട്. പിന്നെ മാത്രമല്ല ഈ ഇങ്ങനത്തെ കൺട്രികളിൽ പഠിക്കുമ്പോൾ പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ കേരളത്തിൽ പഠിക്കുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാം കൊണ്ടും കേരളത്തിലാട്ടോ നല്ലത്. അത് അല്ല, മെഡിക്കൽ വിദ്യാഭ്യാസം കേരളത്തിൽ തന്നെയാണ്. കേരളത്തിൽ പഠിക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ വേറെ രാജ്യത്ത് പോയി പഠിക്കുമ്പോൾ അറൗണ്ട് ഒരു 10-25 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളോട് മിങ്കിൾ ചെയ്ത് പഠിക്കാം, എക്സ്പോഷർ കിട്ടും. ഭയങ്കര എക്സ്പോഷർ കുട്ടികൾക്ക്. കാരണം വെച്ചാൽ പല കൾച്ചറാണ്. ഇന്ത്യയിൽ ഒരു കൾച്ചർ ഉണ്ടാവും, അതല്ല വേറെ രാജ്യത്ത് വേറെ കൾച്ചർ ഉണ്ടാവും. അങ്ങനെ എല്ലാ കൾച്ചറും കൂടിയിട്ട് ആ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. അല്ല, അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് MBBS പഠിക്കാൻ. നല്ല നീറ്റ് മാർക്ക് വന്നാലും എനിക്കിവിടെ വേണ്ട, പുറത്തു പോയി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ്.